ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും നവോദയ സ്കൂളുകൾ എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. JNV അഥവാ ജവഹർ നവോദയ വിദ്യാലയ എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ, എല്ലാ പേരൻസിനും അറിയാവുന്ന ഒരു കാര്യം, JNV എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1986 രാജീവ് ഗാന്ധിയുടെ സമയത്താണ് നമുക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവ് റൂറൽ ഏരിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്, തമിഴ്നാട് ഒഴികെ. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് JNVs ഉണ്ട്. ജില്ലയിൽ ഒരെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കേട്ടോ. കേരളത്തിൽ ഇടുക്കി എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം, എറണാകുളം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം, അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോ JNVs വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നവോദയ സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെ? JNV സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതണം. JNVST എന്ന് പറഞ്ഞാൽ ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം എഴുതണം. ഈ എക്സാം എഴുതുന്ന സമയം എപ്പോൾ എന്ന് ചോദിച്ചാൽ 6ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ, മീൻസ് 6ലേക്കും 9ലേക്കുമാണ് അവിടെ അഡ്മിഷൻസ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ 6ലേക്ക് എന്ന് പറയുമ്പോൾ 6ലല്ല പരീക്ഷ എഴുതുന്നത്, 5ാം ക്ലാസ്സിലേ നമ്മൾ പരീക്ഷ എഴുതി ജയിച്ചാലാണ് 6ാം ക്ലാസ്സിൽ അവിടെ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ 8ാം ക്ലാസ്സിൽ എഴുതി ജയിച്ചാലാണ് നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് അവിടെ അഡ്മിഷൻസ് കിട്ടുക കേട്ടോ. ഇനി എപ്പോഴാണ് ഈ എക്സാം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ഓഗസ്റ്റിലായിരിക്കും. ഏകദേശം ഡിസംബർ ജാനുവരി ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷയും ഉണ്ടാവും. അപ്പം ഇതാണ് JNVയുടെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ JNVയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, JNV സ്കൂളുകളിൽ വിട്ടിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എല്ലാ പേരൻസിനും അറിയാവുന്ന ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം +2 വരെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് CBSE സിലബസ് ആണ്. CBSE സിലബസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തേത് നമുക്ക് വീട്ടിൽ പോയി വരാൻ പറ്റത്തില്ല, അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്, അവിടെ നിന്ന് നമ്മൾ പഠിക്കണം. പിന്നെ കുട്ടികൾക്ക് തന്നെ ഒരു ചിട്ടയുണ്ടാവും, ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് തന്നെയായിരിക്കും അവർ പോവുക. ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, അതിൻ്റെ ഭാവി എന്താണ്, ഫ്യൂച്ചർ കണ്ടായിരിക്കും അവരത് പറയുക. ഇന്നിന്ന പോലെയാണുള്ളത്, ഇന്നിന്ന ഓറിയന്റേഷൻസ് കൊടുത്ത് ഇന്നിന്ന സ്ട്രീമിലേക്കാണ് പോകേണ്ടതെന്നുള്ള കറക്റ്റ് ഒരു നോളജ് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ +1 +2ലേക്ക് പോവുക. ഓൾസോ അവിടെ എല്ലാത്തരം എൻട്രൻസിനും ട്രെയിനിങ് ഉണ്ടാവും, എല്ലാത്തരം എൻട്രൻസിനും അവിടെ പഠിക്കാൻ പറ്റുന്നതുമാണ്. സോ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് എൻട്രൻസ് എഴുതി IITസിലേക്കും നല്ല നല്ല യൂണിവേഴ്സിറ്റിയിലേക്കും ആയിരിക്കും പോകുന്നത്. ഏറ്റവും കൂടുതൽ IAS IPS ഓഫീസേഴ്സും ഉള്ളത് എവിടെ നിന്നാണ്? നവോദയ സ്കൂളുകളിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞു. നിങ്ങൾ ഈ എക്സാമിനായിട്ട് എപ്പോൾ പ്രിപ്പയർ ചെയ്യണം, അത് നമ്മുടെ നേരത്തെ വീഡിയോസിലൊക്കെ ഡൗട്ട് വന്ന എപ്പം മുതൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിലബസ് എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് എല്ലാവർക്കും സ്കൂളിലെ സിലബസ് തീരുന്നത് മാർച്ചിലാണ്, നമ്മുടെ എക്സാം ഡിസംബറിലും. അപ്പം അതായിട്ട് നമുക്ക് ഒത്തുപോകുമോ? ഡിസംബറിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പോർഷൻസ് 5ാം ക്ലാസ്സിൽ തീർക്കണം. അപ്പം അത് നമ്മുടെ ടാസ്ക് ആണ് അല്ലേ. 5ാം ക്ലാസ്സിലെ പോർഷൻസ് ഡിസംബറിന് മുന്നേ നമ്മൾ തീർക്കണം. ഇനി എക്സാം ഡിസംബറിലാണ് എങ്കിൽ നമ്മൾ ഇതിന് മൊത്തം പോർഷൻ തീർക്കണമെങ്കിൽ നമ്മൾ എപ്പോൾ നവോദയയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങണം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. കാരണം നമ്മൾ 4ാം ക്ലാസ് തീരാൻ പോവാം. 4ാം ക്ലാസ്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി 5ാം ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേനും 5ാം ക്ലാസ് നമുക്ക് തീരും. കാരണം നമ്മുടെ കയ്യിൽ വെക്കേഷൻ ഉണ്ട്. നമ്മൾ സാധാ രീതിയിൽ വെക്കേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടത്തില്ല അല്ലേ. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് നവോദയ സിലബസ് അറിഞ്ഞു പഠിക്കണം. വെറുതെ നമ്മുടെ ടെക്സ്റ്റിലുള്ള എല്ലാം നമുക്ക് വേണ്ട. നവോദയയ്ക്ക് ഒരു സിലബസ് ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിലേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ എങ്ങനെ പഠിക്കണം? കോച്ചിങ് എടുത്ത് നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2-3 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഓർഡറിലാണ് ഞാൻ പോകുന്നത്. ഇത് അപ്ലൈ ചെയ്യാൻ മെയിൻ ആയിട്ട് പറ്റുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പറ്റുന്നത് CBSE പഠിക്കുന്ന കുട്ടികൾക്കും സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കും ICSE പഠിക്കുന്ന കുട്ടികൾക്കും പറ്റും. റൂറൽ ഏരിയ, അർബൻ ഏരിയ, ഇങ്ങനെ 2 ഏരിയാസ് ഉണ്ട്, അതിലുള്ള കുട്ടികൾക്കും പറ്റും. ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഒരു ഡേറ്റ് പറയുന്നുണ്ട്, ആ ഒരു ഡേറ്റിനുള്ളിലായിരിക്കണം ഇവർ ജനിച്ചിട്ടുണ്ടാവുക. അതേപോലെ ഒരു കാര്യം, ഇപ്പം ഇവർ പഠിക്കുന്നത് എറണാകുളം ജില്ലയിലാണെങ്കിൽ, എക്സാമ്പിൾ ആണ്, എറണാകുളം ജില്ലയിലാണെങ്കിൽ ഇവരുടെ അഡ്രസ്സ് എറണാകുളം ജില്ലയിലായിരിക്കണം. ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും എറണാകുളം ജില്ലയിലേക്ക് തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പം നമ്മൾ 3ഉം 4ഉം റൂറൽ ഏരിയയിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് നേരെ നമ്മൾ LP-ന്ന് മീൻസ് 5ലേക്ക് UP-ലേക്ക് പോകുന്നത് ഒരു അർബൻ ഏരിയ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്കൂളിലേക്കാണെങ്കിൽ നമ്മുടെ റിസർവേഷൻ പോകും. അപ്പോൾ പേരൻസ് ശ്രദ്ധിക്കുക, 3ഉം 4ഉം ഇപ്പം സ്റ്റേറ്റിൽ പഠിക്കുന്ന LP സ്കൂളുകളുള്ള മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ UP-ലേക്ക് മാറ്റുമല്ലോ. മാറ്റുമ്പോൾ റൂറൽ ഏരിയയിൽ തന്നെയുള്ള സ്കൂളിൽ ചേർക്കുക. അങ്ങനെയാണെങ്കിൽ നവോദയ എൻട്രൻസിന്റെ സമയത്ത് റിസർവേഷനിൽ നമുക്ക് റൂറലിൽ വരാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ റൂറൽ എന്ന് പറയുന്ന റിസർവേഷൻ നമുക്ക് നഷ്ടമായി പോകും, അർബൻ ഏരിയയിൽ വരും. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നവോദയയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും റൂറൽ ഏരിയ സ്കൂളിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ റിസർവേഷൻ ഉണ്ട്. മാർക്ക് നമുക്ക് ഇപ്പൊ 90 എടുക്കേണ്ടതിന് പകരം 85, 80 ഒക്കെ എടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഒരു ജില്ലയിൽ നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജില്ലയിൽ 80 സീറ്റാണുള്ളത്. അപ്പൊ ഈ 80 സീറ്റിന് വേണ്ടിയാണ് 1000, 2000 ആൾക്കാർ മത്സരിക്കുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ എത്തണം, ഏറ്റവും നല്ല റാങ്കിൽ എത്തണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം അല്ലേ. അപ്പോൾ നവോദയയുടെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. ഇനി നവോദയയുടെ സിലബസും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് 3 സബ്ജക്റ്റുകളാണ് വരുന്നത്. നമുക്ക് വരുന്നത് 3 സബ്ജക്റ്റുകൾ: മാത്സ്, റീസണിങ്, മെന്റൽ എബിലിറ്റി എന്ന് പറയും, അതേപോലെ തന്നെ ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. ഇംഗ്ലീഷ് എടുക്കുന്നവർക്ക് എല്ലാം ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജും. മലയാളം എടുക്കുന്നവർക്ക് ഫുൾ മലയാളത്തിലായിരിക്കും വരുന്ന ലാംഗ്വേജും കാര്യങ്ങളും ക്വസ്റ്റ്യനും എല്ലാം മലയാളത്തിലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം നവോദയ സ്കൂളുകളിൽ നിങ്ങൾ 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്താൽ കൂടെ നിങ്ങൾക്ക് അവിടെയും ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് എടുത്ത് തരും അവര്. ഓക്കെ, കാരണം നിങ്ങൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ചെല്ലുമ്പോഴേ ഓൾറെഡി CBSE-യിലെ ഫുൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരത് ചെയ്യും. എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി തരും. ഇതെല്ലാം അവരവിടെ ചെയ്യും. A to Z കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും സ്പോർട്സ് ആയിക്കോട്ടെ, വേറെ എക്സ്ട്രാ കരിക്കുലർ എന്തോ ആയിക്കോട്ടെ, പക്ക ആയിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 100 മാർക്കിനാണ്, 80 ക്വസ്റ്റ്യനാണ് നമുക്ക് വരുന്നത് കേട്ടോ. OMR-ലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ OMR-ലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലും പ്രോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ CC+-ൽ 4ാം ക്ലാസ് മുതൽ ഇപ്പോഴേ മുതൽ നമ്മുടെ നവോദയ കോച്ചിങ്ങിനുള്ള ലോങ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CC+-ന്റെ ഒരു റിസൾട്ട് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 180+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയത് ലോങ് ബാച്ചിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ ലോങ് ബാച്ചിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ കൊണ്ട് പോർഷൻസ് തീർന്ന് അടിപൊളിയായിട്ട് പഠിച്ചു റിവിഷൻ നടത്തുന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ റിവിഷൻ നടത്തിയാൽ മാത്രമാണ്, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ്, കുറേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉള്ള ക്വസ്റ്റ്യൻസ് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്കും ചെയ്യുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ CC+-ൽ ലോങ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ ഇപ്പം 4 പഠിക്കുന്ന കുട്ടികൾക്ക് ലോങ് ബാച്ചസിലേക്ക് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ബാച്ചസിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ CC+-ന്റെ ഒരു ആപ്പ് നമുക്കുണ്ട്. അതിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഡൗട്ട് ചോദിക്കാനായിട്ട് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, ഓഫ്ലൈൻ എക്സാംസും നമ്മൾ CC+-ൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ പഠിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത വർഷം 6ാം ക്ലാസ്സിലേക്ക് 5ൽ പഠിച്ച് പരീക്ഷ എഴുതി 6ാം ക്ലാസ്സിൽ 80 പേരിൽ നിങ്ങൾ ഉണ്ടാവും. നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രം. CC+-ൽ ജോയിൻ ചെയ്താൽ CC+-ലെ ടീച്ചേഴ്സ് പറയുന്ന രീതിയിൽ പഠിക്കണം. ഉറപ്പായിട്ട് നമുക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടും. അപ്പം മറക്കണ്ട, നമ്മുടെ ബാച്ച് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് അവർ പറയും. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എങ്കിൽ, പേരൻസ് ആണ്, സ്റ്റുഡൻസ് ആണ് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിലേക്ക്, ഇനി 5th കയറാൻ പോകുന്നല്ലേ, 4th പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.